പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ ക്ഷേത്രത്തിൽ വൻ തിരക്ക് അനുഭവപ്പെടുന്നുവെന്ന് ഞങ്ങളുടെ പ്രതിനിധി ഗുരുവായൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ദശമി ദിനത്തിൽ ഇന്ന് പുലർച്ചെ 3 മണിക്ക് തുറന്ന നട നാളെ രാവിലെ മാത്രമേ അടയ്ക്കൂ. സുപ്രീം കോടതി വിധി പ്രകാരം ഉദയാസ്തമയ പൂജയോടൊപ്പം ഇത്തവണ ഏകാദശി ആഘോഷിക്കും. സൂരജ് സജി ഗുരുവായൂരിൽ നിന്ന് തത്സമയം. ഗുഡ് മോർണിംഗ് സൂരജ്, പറയൂ വിവരങ്ങൾ. ഒരു വർഷത്തെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ഗുരുവായൂരപ്പന്റെ സന്നിധിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകാദശി വ്രതം നോറ്റ് എത്തുന്ന ആളുകൾ അവർ മണിക്കൂറുകളോളം ക്യൂ നിന്ന് ദർശനത്തിന് വേണ്ടി, ആ ദർശന സായുജ്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന അസുലഭ നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പതിവിൽ നിന്ന് വിപരീതമായി വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു. ഇപ്പോൾ നീണ്ട ക്യൂ ആണ്. ആ ക്യൂവിൽ നിന്ന് മണിക്കൂറുകൾ നീണ്ട ക്യൂ ആണ്. ആ ക്യൂവിൽ നിന്ന് പോകുന്ന ആളുകളാണ്. എവിടെ നിന്നാ വന്നത്? തൊഴുതോ? ഇന്നലെ നന്നായിട്ട് ഭംഗിയായിട്ട് തൊഴുതു. ഇന്ന് ഞങ്ങൾ പിന്നെ ഭഗവാനെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചത് ഞങ്ങൾ ചുറ്റിപ്പറ്റി നടക്കുക. ഇന്നലെ തന്നെ തൊഴുതുകൊണ്ട് തിരക്കൊന്നും ഇല്ലായിരുന്നു. നല്ല സുന്ദരമായിട്ട്, തിരക്ക് ഭയങ്കരം. പക്ഷേ ഞങ്ങളെന്തോ ഭാഗ്യത്തിന് അരമണിക്കൂറിനുള്ളിൽ കയറി തൊഴുതു. അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. തിരക്ക് കണ്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ ഓർത്ത് നിന്നപ്പോൾ വെറുതെ ഒന്ന് ഇടയിൽ നിങ്ങൾ കയറി നിന്നുള്ളൂ. പക്ഷെ അങ്ങോട്ട് പോയി അരമണിക്കൂർ കൊണ്ട് തൊഴുതിറങ്ങി. അതൊരു ഭഗവാൻ നന്നായിട്ട് ഭഗവാൻ തൊഴിച്ചു. എവിടെ നിന്ന് വന്നത്? എവിടെ? ഞങ്ങൾ ആലുവായിൽ. എറണാകുളം സ്വദേശികളാണ്. ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. സ്കൈൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകാദശി ദിനത്തിൽ പുലർച്ചെ 3-ന് തുറന്ന നടയാണ്. അത് നാളെ രാവിലെ മാത്രമാണ് അടയ്ക്കുക. ഇക്കുറി ഒരു പ്രത്യേകതയുള്ളത്, സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഉദയാസ്തമയ പൂജയോടുകൂടിയാണ് ഇത്തവണ ഏകാദശി ആഘോഷിക്കുന്നത്. ഈ ജനത്തിരക്കൊക്കെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ആദ്യം ഈ ഏകാദശി ദിനത്തിൽ ഈ ഉദയാസ്തമയ പൂജ ഒഴിവാക്കിയിരുന്നു. പിന്നീട് അത് വിവാദമാവുകയും കോടതിയിൽ അടക്കം ആ വിഷയം എത്തുകയും സുപ്രീം കോടതി ഉദയാസ്തമയ പൂജ നടത്തണം എന്ന് നിർദ്ദേശിച്ച പശ്ചാത്തലത്തിൽ ഉദയാസ്തമയ പൂജയോടുകൂടിയാണ് ഇപ്പോൾ ഈ ആഘോഷങ്ങൾ ഇക്കുറി നടക്കുന്നത്. 5 പൂജകൾ കഴിഞ്ഞാൽ ഓരോ മണിക്കൂറും തുടർച്ചയായി ഭക്തർക്ക് ദർശനം അനുവദിക്കും. അങ്ങനെ 53 മണിക്കൂർ നട തുറന്നിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏകാദശി വ്രതം നോറ്റെത്തുന്നവർക്ക് വേണ്ടി സ്പെഷ്യൽ ക്യൂ അടക്കം ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ തിരക്ക് തന്നെയാണ് സ്കൈൻ ഗുരുവായൂരിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം പൂർത്തിയായിരിക്കുന്നു. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളോടും കൂടിയാണ് ഇപ്പോൾ ദർശനം ഭക്തർക്ക് അനുവദിച്ചുകൊണ്ടിരിക്കുന്ന സ്കൈൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.